നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോഹ്ലി പറഞ്ഞ ഇമ്പോസ്റ്റർ സിൻഡ്രം എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. മൈതാനത്തെ ആധിപത്യം, തളരാത്ത പോരാട്ട വീര്യം, റെക്കോർഡുകളുടെ പെരുമഴ, പിന്നെ അതിരുകളില്ലാത്ത ആത്മവിശ്വാസം. വിരാട് കോഹ്ലി എന്ന പേര് കേൾക്കുമ്പോൾ ആരാധകരുടെ ഹൃദയത്തിൽ ഓടിയെത്തുന്ന വിശേഷണങ്ങളാണിത്. ലോകം മുഴുവൻ ആദരിക്കുന്ന ഈ ഇതിഹാസ താരത്തിൻ്റെ ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. 2026 IPL വേളയിൽ നടന്ന ഒരു തുറന്ന സംവാദത്തിലാണ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ വർഷങ്ങളോളം തിളങ്ങി നിന്നിട്ടും പലപ്പോഴും സ്വന്തം കഴിവിനെ താൻ തന്നെ ചോദ്യം ചെയ്യുന്നതായി കോഹ്ലി വെളിപ്പെടുത്തിയത്. കോഹ്ലിയുടെ ഈ തുറന്നു പറച്ചിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നിശബ്ദമായി വേട്ടയാടുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനഃശാസ്ത്ര ലോകം ഇതിനെ ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് വിളിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഒരു വലിയ വിജയം നേടുന്നു, എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്നു. എന്നാൽ ഉള്ളിൽ തോന്നുന്നത്, ഞാൻ ഇതിനൊന്നും അർഹനല്ല, ഭാഗ്യം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഈ വിട്ടുമാറാത്ത ഭീതിയെയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് വിളിക്കുന്നത്. 1978 മനഃശാസ്ത്രജ്ഞരായ പോളിൻ ക്ലാൻസും സുസൈൻ ഐസും ചേർന്നാണ് ഈ പേര് ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ക്ലിനിക്കൽ രോഗമോ മാനസിക വൈകല്യമോ അല്ല, മറിച്ച് ഏതൊരാൾക്കും വരാവുന്ന ഒരുതരം മാനസിക അവസ്ഥയാണ്. ജനറൽ ഇന്റേണൽ മെഡിസിൻ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ലോകത്തിലെ 9% മുതൽ 82% വരെ ആളുകളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വികാരം അനുഭവിച്ചിട്ടുള്ളവരാണ്. വിജയത്തിൻ്റെയോ കഴിവിൻ്റെയോ വ്യക്തമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും സ്വന്തം നേട്ടങ്ങൾ അർഹതയില്ലാത്തതാണെന്ന സ്ഥിരമായ വിശ്വാസത്തെയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് വിളിക്കുന്നത്. ഇതൊരു താൽക്കാലിക ചിന്തയല്ല, മറിച്ച് വ്യക്തിത്വവുമായി തന്നെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. പലരും സാധാരണയായി സ്വയം തോന്നുന്ന സംശയത്തെയും ഇമ്പോസ്റ്റർ സിൻഡ്രോമിനെയും ഒന്നായി കാണാറുണ്ട്. എന്നാൽ ഇവ തമ്മിൽ കൃത്യമായ വ്യത്യാസങ്ങളുണ്ട്. സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സെൽഫ് ഡൗട്ട് അഥവാ സ്വയം തോന്നുന്ന സംശയം. ഉദാഹരണത്തിന്, ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോഴോ പുതിയതായൊരു കാര്യം പഠിക്കുമ്പോഴോ ഉണ്ടാകുന്ന താൽക്കാലികമായ അനിശ്ചിതത്വം. നല്ല ഫീഡ്ബാക്ക് ലഭിക്കുമ്പോഴോ അനുഭവം കൂടുമ്പോഴോ ഇത് തനിയെ മാറും. ആവർത്തിച്ചുള്ള വിജയങ്ങൾക്ക് ശേഷവും മാറാതെ നിൽക്കുന്ന സംശയമാണ് ഇമ്പോസ്റ്റർ സിൻഡ്രം. എത്ര തെളിവുകൾ ഉണ്ടായാലും ഇത് തനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന തോന്നൽ ഉള്ളിൽ ശക്തമായി തന്നെ തുടരും. എപ്പോഴും ഉയർന്ന മാർക്ക് വാങ്ങണമെന്ന സമ്മർദ്ദത്തിലുള്ള വിദ്യാർത്ഥികൾ, ഉയർന്ന പദവിയിലിരിക്കുന്ന കോർപ്പറേറ്റ് പ്രൊഫഷണലുകൾ, കരിയറിലെ പ്രകടനം നിരന്തരം വിലയിരുത്തപ്പെടുന്ന കായിക താരങ്ങൾ, കലാകാരന്മാർ എന്നിവരെയാണ് ഈ അവസ്ഥ കൂടുതലായും ബാധിക്കുന്നത്. ഇമ്പോസ്റ്റർ സിൻഡ്രമിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പഠിക്കാനുള്ള ആഗ്രഹം എന്നോ കഠിനാധ്വാനം എന്നോ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത്തരം വികാരങ്ങൾ കാരണം ചിലർ പുതിയ അവസരങ്ങൾ പോലും ഭയം കാരണം വേണ്ടെന്ന് വെക്കാം. ഈ വികാരം ഉള്ളിൽ നടക്കുന്നതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത ഉത്കണ്ഠ, താൻ മികച്ചതാണെന്ന് തെളിയിക്കാൻ അമിതമായി ജോലി ചെയ്ത് ശാരീരികമായും മാനസികമായും തളരുന്നൊരവസ്ഥ, ജീവിതത്തിലെ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ വൈകാരികമായി ക്ഷീണം അനുഭവപ്പെടുക, ഉറക്കമില്ലായ്മ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ വരിക എന്നിവയിലേക്ക് ഇത് നയിക്കാം. ഇമ്പോസ്റ്റർ സിൻഡ്രമിനെ തീർച്ചയായും നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. ചിന്താരീതികളെ പോസിറ്റീവായി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു ബിഹേവിയറൽ തെറാപ്പിയാണ് ഇതിന് അനുയോജ്യമായ മാർഗം. ഇതിലൂടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയാനും അവയെ പ്രതിരോധിക്കാനും സഹായിക്കും. വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ മെന്റർമാരോടോ ഈ ആശങ്കകൾ പങ്കുവെക്കുന്നതും ഒരു പരിധിവരെ ആശ്വാസം നേടുന്നതാണ്. നിങ്ങളുടെ വിജയങ്ങളും അതിനായി നിങ്ങൾ എടുത്ത കഠിനാധ്വാനവും ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുക. സ്വയം സംശയം തോന്നുമ്പോൾ അത് വായിച്ചു നോക്കിയാൽ ആത്മവിശ്വാസം കൂടാറുണ്ട്. മെഡിറ്റേഷൻ, യോഗ എന്നിവയിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്.